എല്ലാവർക്കും IUMൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിടെക്നിക് മാത്സ് ആണ്. അതിലെ സെമസ്റ്റർ ഫസ്റ്റ് മൊഡ്യൂൾ 1 കോംപ്ലക്സ് നമ്പർ ആൻഡ് കോർഡിനേറ്റ് ജിയോമെട്രി. അതിൽ നമ്മൾ കുറച്ച് പോർഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് കോംപ്ലക്സ് നമ്പർ ആണ്. ഒരു കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ പോളാർ റെപ്രസെൻറ്റേഷനാക്കി മാറ്റാം എന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യമേ തന്നെ നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ പോളാർ ഫോം ആക്കാം. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷനാണ് Z = R cos θ പ്ലസ് I R sin θ. Z = R cos θ പ്ലസ് I R sin θ. ഇപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ Z ആണെങ്കിൽ അതിലെ R എന്തായിരിക്കും? R നമുക്കറിയാം, അതിൻ്റെ മോഡുലസ് ആണല്ലേ. അപ്പോൾ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? √(a² + b²). നമ്മുടെ കോംപ്ലക്സ് നമ്പർ Z = a + ib ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്ടാ? √(a² + b²). അതായത് മോഡ് Z തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? R എന്ന് പറയുന്നത്. അതെന്താണ്ടാ? √(a² + b² ആണ്. ഇനി നമുക്കിവിടെ തീറ്റ ഉണ്ടോ? തീറ്റ അതായത് ആംഗിളാണ്. ഈ ആംഗിൾ രണ്ട് നെയിമുണ്ട്. ഒന്ന് ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. എന്ത് പറയൂടാ? ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് നമ്മളതിനെ പറയും. ഇവിടെ ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കി, Z = √3 + i ആണല്ലേ. നമ്മുടെ ഒരു കോംപ്ലക്സ് നമ്പറാണ് Z = √3 + i. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? പോളാർ ഫോമിലേക്ക് മാറ്റാം. അപ്പോൾ പോളാർ ഫോമിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണ്? Z = R cos θ പ്ലസ് I R sin θ ആണല്ലോ. അപ്പോൾ ഇവിടെ R നമുക്ക് വേണം, തീറ്റയും വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ R എന്താണെന്ന് കണ്ടുപിടിക്കാം. R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R എന്ന് പറഞ്ഞാൽ എന്താണ്? R എന്ന് പറഞ്ഞാൽ മോഡ് Z ആണ് അല്ലേ. മോഡുലസ് ആണ്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ എക്ക് പകരം ആരാണ്ടാ? √3 ആണ് അല്ലേ. അപ്പോൾ √3² പ്ലസ് ബിക്ക് പകരം ആരാണ്? ബിക്ക് പകരം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, I ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഐയുടെ കൂടെയുള്ള നമ്പർ ആരാണ്ടാ? 1 ആണ് അല്ലേ. അതായത് 1i എന്നാണ് നമ്മൾ എഴുതാറുള്ളത് അല്ലേ. 1i. അപ്പോൾ അവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ ആരാണ്? 1 ആണ്. 1² = സ്ക്വയറും ഇവിടെ √(x)ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? x ആണ്. ഓക്കെ, സ്ക്വയറും റൂട്ടും അടുത്തടുത്ത് വരികയാണെങ്കിൽ അത് ക്യാൻസലായി പോയിട്ട് എന്താണ്? x എന്ന് പറയുന്ന വാല്യൂ മാത്രം അവിടെ വരും. അപ്പോൾ നിങ്ങൾ തന്നെ പറയും √3യുടെ സ്ക്വയർ എത്രയാണ്? 3 ആണല്ലേ. 3 + 1² എന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ? 1. സോ √3 + 1 എത്രയാണ്? √4. √4ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണല്ലേ. 2 × 2 4. സോ √4ൻ്റെ വാല്യൂ നമ്മൾ എത്രയാണ്ടാ? 2 എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് തീറ്റ അല്ലേ. രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് കോസ് തീറ്റയും ഒന്ന് സൈൻ തീറ്റയും. ഈ പറയുന്ന R cos θയ്ക്ക് പകരം ഇവിടെ നിൽക്കുന്ന വാല്യൂ ആരാണ്ടാ? √3 ആണ്. ഇവിടെ നിൽക്കുന്ന R sin θയ്ക്ക് പകരം ഇവിടെ നിൽക്കുന്ന വാല്യൂ ആരാണ്ടാ? 1 ആണ്. 1. അതായത് നമുക്കതിന് ഇങ്ങനെ എഴുതാൻ പറ്റും. R cos θ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? R cos θ എന്ന് പറയുന്നത് √3യും R sin θ എന്ന് പറയുന്നത് ആരാണ്ടാ? 1 ആണ്. ഇക്വേഷൻ നമ്പർ 1 എന്നും 2 എന്നും എടുക്കാം. നമുക്കിവിടെ ഇക്വേഷൻ നമ്പർ 2വിനെ എന്ത് ചെയ്യാടാ? 2വിനെ 1 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം 2വിൽ ലെഫ്റ്റ് സൈഡിൽ ആരാണ്ടാ കിടക്കുന്നത്? R sin θ അല്ലേ. അപ്പോൾ R sin θ 1ൽ ലെഫ്റ്റ് സൈഡിൽ ആരാണ്ടാ കിടക്കുന്നത്? R cos θ അല്ലേ. അപ്പോൾ R cos θ = ഇവിടെ റൈറ്റ് സൈഡിൽ ആരാണ്? 2വിൽ റൈറ്റ് സൈഡിൽ 1 ആണല്ലേ. അപ്പോൾ 1 ഇവിടെ റൈറ്റ് സൈഡിൽ ആരാണ്ടാ? √3 ആണ്. സോ 1/√3. ആറും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി sin θ cos θ ആൻസർ എന്താണ്ടാ? tan θ. എന്താണ്? tan θ പഠിച്ചു വയ്ക്കുക. എന്താണ് sin θ cos θ? എന്താണ്ടാ? tan θ. അപ്പോൾ tan θയുടെ വാല്യൂ നമുക്കിവിടെ എന്ത് കിട്ടി? 1/√3 എന്ന് കിട്ടി. എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ 1/√3 ആകുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ടാനിൻ്റെ വാല്യൂ 1/√3 ആകുന്നത് എപ്പോഴാണ്ടാ? 30 ഡിഗ്രി വരുമ്പോഴാണ് അല്ലേ. അതായത് tan 30 ആണ്. tan 30 ആണ് എന്തെന്ന് പറയുന്നത്? 1/√3. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ എത്രയാണ്ടാ? തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രിയാണ്. എത്രയാണ്ടാ? 30 ഡിഗ്രി. തീറ്റയ്ക്ക് രണ്ട് പേരൂടെ ഞാൻ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ മറ്റൊന്ന് എന്താണ്ടാ? ആംപ്ലിറ്റ്യൂഡ്. ഈ രണ്ട് പേരും പഠിക്കണം കേട്ടോ. കാരണം
എക്സാമിന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. അപ്പോൾ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ ആംഗിളാണ്. ആംഗിൾ ഏതാണ്? തീറ്റയാണ്. അപ്പോൾ നമുക്ക് ആർ എന്നുള്ള വാല്യൂവും കിട്ടി, തീറ്റയും കിട്ടി. ആർ എന്നുള്ള വാല്യൂ എന്താ? ആർ എന്നുള്ള വാല്യൂ എന്താണ്? ആർ എന്നുള്ള വാല്യൂ 2ഉം തീറ്റ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കോംപ്ലക്സ് നമ്പറിന് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോളാർ ഫോമിൽ എഴുതാൻ പറ്റും. എന്താണ്? ഇസഡ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ അല്ലേ? അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ എന്ന് അറിയാം, 2 എന്നറിയാം അല്ലേ? അപ്പോൾ 2 ഇൻറ്റു കോസ് തീറ്റയുടെ വാല്യൂ എത്രയാണ്? 30 പ്ലസ് ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എത്രയാണ്ട? 2 ആണ്. 2 സൈൻ 30. രണ്ട് ടേമിൽ നിന്നും ഇവിടെ നമുക്ക് 2 ടേമുണ്ട്. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. ഈ 2 ടേമിൽ നിന്നും കോമൺ ആയിട്ട് നമുക്ക് ആരെ ഔട്ട് ചെയ്യാം? പുറത്തെടുക്കാം. 2വിനെ പുറത്തെടുക്കാം അല്ലേ? അപ്പോൾ 2വിനെ പുറത്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ് 30 പ്ലസ് ഐ സൈൻ 30. ഇത് തന്നെയാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ എന്ന് പറയുന്നത് പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇസഡ് ഈക്വൽ ടു 1 പ്ലസ് ഐ. അപ്പോൾ നമുക്ക് ആദ്യം ആരൊക്കെയാണ് വേണ്ടത്? 6 വേണം അല്ലേ? 6 എന്ന് പറഞ്ഞാൽ എന്താണ്ട്? 6 എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ്. മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്ട? പറഞ്ഞു. റൂട്ട് എക്ക് പകരം ആരാണ്? എക്ക് പകരം 1 ആണ്. 1² പ്ലസ് ഞാൻ പറഞ്ഞു ഐ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എന്താണ്? ഐയുടെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ആരായിരിക്കും? 1 ആയിരിക്കും അല്ലേ? അപ്പോൾ 1² പ്ലസ് 1². 1² എത്രയാണ്ട? 1 ആണ്. 1 പ്ലസ് 1 എത്രയാണ്? 2. റൂട്ട് 2. അപ്പോൾ ഇവിടുത്തെ എന്താണ്? ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്ട? റൂട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു? 6 കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ പോളാർ ഫോം ഒന്ന് എഴുതുകയാണ് ഇവിടെ. ഇസഡ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ ഇനി എന്താണ്? ആർ കോസ് തീറ്റയ്ക്ക് വരെ നിൽക്കുന്ന ആരാണ്? ആർ കോസ് തീറ്റയ്ക്ക് വരെ നിൽക്കുന്നത് ആരാണ്ട? ആർ കോസ് തീറ്റ ഈക്വൽ ടു എന്താണ്? 1 ആണല്ലേ? 1. ഇക്വേഷൻ നമ്പർ 1. അടുത്തത് ആർ സൈൻ തീറ്റയ്ക്ക് വരെ നിൽക്കുന്ന ആരാണ്? ആർ സൈൻ തീറ്റ. ആർ സൈൻ തീറ്റയ്ക്ക് വരെ നിൽക്കുന്നതും ആര് തന്നെയാണ്? ഞാൻ പറഞ്ഞു ഐയുടെ കൂടെ ആരുണ്ട്? 1 ഉണ്ട്. അപ്പോൾ അത് ഇക്വേഷൻ നമ്പർ 2 ആണ്. നമുക്ക് ഇക്വേഷൻ നമ്പർ 2വിനെ എന്ത് ചെയ്യാം? 1 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇക്വേഷൻ നമ്പർ 2വിൽ എന്താണ്? ലെഫ്റ്റ് സൈഡിൽ ആരാണ് അടങ്ങുന്നത്? ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞേ ആർ സൈൻ തീറ്റ അല്ലേ? അപ്പോൾ ആർ സൈൻ തീറ്റ ബൈ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇക്വേഷൻ നമ്പർ 1 ലെഫ്റ്റ് സൈഡിൽ ആരാണ് അടങ്ങുന്നത്? ആർ കോസ് തീറ്റ അല്ലേ? അപ്പോൾ ആർ കോസ് തീറ്റ ഈക്വൽ ടു ഇവിടെ റൈറ്റ് സൈഡിൽ ആരാണ്? 1 അല്ലേ? 1 ബൈ ഇവിടെ റൈറ്റ് സൈഡിൽ 1/1. ആറും അവിടെ ക്യാൻസൽ ചെയ്യാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ നമുക്ക് എന്ത് കിട്ടും? ടാൻ തീറ്റ എന്ന് കിട്ടും. ടാൻ തീറ്റ ഈക്വൽ ടു 1. എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ 1 ആകുന്നത്? നിങ്ങൾ പറഞ്ഞത് എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ 1 ആകുന്നത്? ടാൻ π/4 അല്ലേ? അതായത് ടാൻ 45ലാണ് ആൻസർ എന്താകുന്നത്? 1 ആകുന്നത്. അപ്പോൾ നമുക്കിവിടെ തീറ്റ കിട്ടിയിരുന്നു. തീറ്റ എത്രയാണ്ട? തീറ്റ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. തീറ്റ എത്രയാണ്ട? 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആറും കിട്ടിക്കഴിഞ്ഞു, അതുപോലെ എന്താണ്? തീറ്റയും കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ എന്ത് എഴുതാം? നമുക്ക് നമ്മുടെ പോളാർ ഫോം എഴുതാം. പോളാർ ഫോമിൻ്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? ഇസഡ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ അല്ലേ? അപ്പോൾ ആറിൻ്റെ വാല്യൂ കൂടെ കിട്ടി. ആറിൻ്റെ വാല്യൂ എത്രയാണ്ട? നമ്മൾ നേരത്തെ ചെയ്തു. എത്രയാണ്? റൂട്ട് 2 അല്ലേ? അപ്പോൾ റൂട്ട് 2 കോസ് തീറ്റ എത്രയാണ്ട? 45. കോസ് 45 പ്ലസ് ഐ ആറിൻ്റെ വാല്യൂ എത്രയാണ്? റൂട്ട് 2 ഇൻറ്റു സൈൻ തീറ്റ എത്രയാണ്ട? തീറ്റ 45. സൈൻ 45. നമുക്ക് ഈ 2 ടൈമിൽ ഇവിടെ ഇത് ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈം. 2 ടൈമിലും കോമൺ ആയിട്ട് ആരുണ്ട്? റൂട്ട് 2 ഉണ്ടല്ലേ? അപ്പോൾ അതിനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ അതിനെ പുറത്തെടുത്താൽ പിന്നെ ബാക്കി ഇവിടെ ആരാണ്ടാ ഉള്ളത്? കോസ് 45 പ്ലസ് ഇവിടെ റൂട്ട് 2 പോയി. പിന്നെ ബാക്കി ഇവിടെ ആരൊക്കെയാണ് ഉള്ളത്? ഐയും സൈൻ 45 അല്ലേ? അപ്പോൾ ഐ സൈൻ 45. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി അല്ലേ? അടുത്ത ദിവസം നോക്കിയേ. ഇസഡ് ഈക്വൽ ടു -1 പ്ലസ് റൂട്ട് 3i. എടാ ഇനി പറയാൻ പോകുന്ന ഈ ഒരു പ്രോബ്ലം ഒരു സ്പെഷ്യൽ കേസായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത് വന്നതെല്ലാം റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എല്ലാം പോസിറ്റീവ് ആയിരുന്നു അല്ലേ? അതായത് നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ആയാൽ കൂടിയും നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ റൂട്ട് 3+i ആയിരുന്നു അല്ലേ? റൂട്ട് 3+i അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പേരായിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് 3,1. രണ്ടാമത് ചെയ്ത ക്വസ്റ്റ്യൻ 1+i ആയിരുന്നു അല്ലേ? എന്ന് പറയുമ്പോൾ 1,1 അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് അല്ലേ?
അപ്പോൾ ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ഒരു പ്രത്യേകത ഉണ്ട്. ഇതെല്ലാം എന്താ പോസിറ്റീവ് വാല്യൂ, √3 പോസിറ്റീവ് വാല്യൂ ആണ്, 1 ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ഇതെല്ലാം എന്ത് വാല്യൂസാണ്? ഒരു പോസിറ്റീവ് വാല്യൂസാണ്. പക്ഷെ ഇവിടെ -1 + √3 എന്ന് എഴുതുമ്പോൾ ഇതെന്താണ്? ഇത് -1, ആണ്. -1, √3. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കൊരു കുറച്ച് കാര്യം ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. നമ്മളിവിടെ ക്വാഡ്രൻറ്റ് സിസ്റ്റം നോക്കണം. ക്വാഡ്രൻറ്റ് സിസ്റ്റം, ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇതെന്താണ്ടാ ഇത് ഫോർത്ത്. ഇങ്ങനെ നമുക്ക് 4 ക്വാഡ്രൻ്റ് ഉണ്ട്. ഇത് 0 ഡിഗ്രി, ഇത് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, 270 ഡിഗ്രി, വീണ്ടും എന്താണ് 360 ഡിഗ്രി. ഇങ്ങനെ ഇത് പൊയ്ക്കൊണ്ടേയിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് 0 മുതൽ 90 വരെ ഏതാണ്ട ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, 90 മുതൽ 180 വരെ എന്താണ് സെക്കൻഡ് ക്വാഡ്രൻറ്റ്, 180 മുതൽ 270 വരെ തേർഡ് ക്വാഡ്രൻറ്റ്, 270 മുതൽ 360 വരെ എന്താണ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, -1, -1, √3 എന്ന് പറയുമ്പോൾ ഇത് ഏത് ക്വാഡ്രൻ്റാണ്? എടാ എക്സ് മൈനസും വൈ പോസിറ്റീവ് അല്ലേ. അപ്പോൾ എക്സ് മൈനസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണല്ലേ, എക്സ് മൈനസ്, വൈ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ മുകളിലോട്ടാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്ന ക്വാഡ്രൻ്റ് ഏതാണ്ടാ? സെക്കൻഡ് ക്വാഡ്രൻ്റ്. ഏത് ക്വാഡ്രൻ്റാണ്? സെക്കൻഡ് ക്വാഡ്രൻ്റ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റിൽ ഞാൻ എന്താ റൗണ്ട് ചെയ്തിടുകയാണ്. നമുക്കിതാണ് ആവശ്യമായിട്ടുള്ള കാര്യം. നമുക്കത് പിന്നീട് അത് പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എപ്പോഴാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സാധാരണ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 ആദ്യം കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? മോഡ് Z ആണ്. മോഡ് Z എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞ്? √-1 സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ. അപ്പോൾ -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 1 അല്ലേ. 1 പ്ലസ് √3 സ്ക്വയർ ഞാൻ നേരത്തെ പറഞ്ഞു. സ്ക്വയറും റൂട്ടും അടുത്തടുത്ത് വന്നാൽ എന്തായി പോകും? അത് ക്യാൻസലായി പോയിട്ട് 3 മാത്രം വരും. അപ്പോൾ √1 + 3, √1 + 3 എന്ന് പറഞ്ഞാൽ അതാരാണ്ടാ? √4 ആണല്ലേ. √4ൻ്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. അപ്പോൾ നമുക്ക് 6 കിട്ടി. 6 എത്രയാണ്ടാ? 6, 2 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ, 6 എത്രയാണ്ടാ? 2 ആണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത് വേണ്ടത് എന്താണ്? നമുക്ക് തീറ്റ വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുകയാണ്. എന്താണ്? r cos θ+ അല്ലേ, Z = r cos θ + I r sin θ. അപ്പോൾ ഇവിടെ r cos θ ഈക്വലൻ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണ്? r cos θ ഈക്വലൻ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആരാണ്ടാത്? r cos θ ഈക്വലൻ്റ് ആരാണ്? -1 ആണ്. ആരാണ്? -1. ഇക്വേഷൻ നമ്പർ 1. സെക്കൻഡ് വൺ, r sin θ ഈക്വലൻ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണ്? √3 ആണ്. ആരാണ്ട? √3. സോ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. 2/1. നിങ്ങൾക്ക് 2-നെ എങ്ങനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് അറിയാം. നമ്മൾ 1-2 പ്രോബ്ലം ചെയ്തതാണ്. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡ് ആദ്യം ഡിവൈഡ് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ 2-ൽ ലെഫ്റ്റ് സൈഡിൽ ആരാണ്ടത്? r sin θ അല്ലേ. r sin θ 1 ലെഫ്റ്റ് സൈഡിൽ ആരാണ്? r cos θ ഇസ് ഈക്വൽ ടു എന്താണ്? 2-ൽ റൈറ്റ് സൈഡിൽ ആരാണ്ട? √3. √3/1-ൽ അത് റൈറ്റ് സൈഡിൽ ആരാണ്ട? -1 ആണ്. അപ്പോൾ നമുക്ക് 6 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? sin θ cos θ എന്ത് കിട്ടും? tan θ = √3/-1 എന്ന് പറഞ്ഞാൽ എന്താണ്? -√3. ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടല്ലേ. tan θ എന്ന് പറയുമ്പോൾ -√3. അപ്പോൾ നിങ്ങൾ അതൊന്നും കൺഫ്യൂഷനും വേണ്ട. എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ √3 ആവുന്നതെന്ന് കണ്ടുപിടിക്കുക. എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ √3 ആവുന്നത്? എപ്പോഴാണ് √3 ആവുന്നത്? എപ്പോഴാണ് പറഞ്ഞത്? എപ്പോഴാണ് ടാനിൻ്റെ വാല്യൂ √3 ആവുക? 60 ആണല്ലേ. ഏതാണ്ട 60 അല്ലേ. ടാൻ 60 ആകുമ്പോഴാണ് ആൻസർ എന്താകുന്നത്? √3 ആവുന്നത് അല്ലേ. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തതാണ്. ടാൻ 60യുടെ വാല്യൂ എല്ലാം നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ടാൻ 60 എന്ന് പറഞ്ഞാൽ എന്താണ്ട? √3 ആണ്. ആ മൈനസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോക്കി വയ്ക്കുന്ന 60 ആണ് നമുക്ക് തോന്നും. പക്ഷേ 60 അല്ല. ആൻസറിൽ മൈനസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ വന്നിട്ടുള്ള കോർണർ സിസ്റ്റം നോക്കുക. -1, √3 എന്നാണ് അല്ലേ. അപ്പോൾ ഇത് പോയിൻ്റായിട്ട് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആ പോയിൻ്റ് അല്ലെങ്കിൽ ആ കോംപ്ലക്സ് നമ്പർ വരാൻ ചാൻസ് ഉള്ളത് ഏത് ക്വാഡ്രൻ്റിലാണ്? സെക്കൻഡ് ക്വാഡ്രൻ്റിൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ത് ചെയ്യുക? അതായത് ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇവിടെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതിൽ നിന്ന് കുറയ്ക്കണമെന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നോക്കിയേ, 180 -
തീറ്റ 180 മൈനസ്, നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ ആൻസർ എന്താ 60 അല്ലേ, ഈ 60 ഇവിടെ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. അപ്പോൾ 180 മൈനസ് 60 നിങ്ങൾക്ക് എന്ത് കിട്ടും, 120 കിട്ടും. അതായത് നമ്മളിവിടുത്തെ ആംഗിൾ എത്രയാണ്ടാ 120 ഡിഗ്രിയാണ്. എത്രയാണ് 120 ഡിഗ്രി. നമുക്ക് 1-2 ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു മോഡൽ ഇതിനകത്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് ഇത്ര ഡീപ്പായിട്ട് പറഞ്ഞു തരാൻ കാരണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ടാ 120 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എഴുതാം. ഇസഡ് ഈക്വൽ ടു എന്താണ്, ഇസഡ് ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ അതിൽ ആറിൻ്റെ വാല്യൂ നമുക്ക് എന്താ അറിയാം, ആറിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇത്രയുണ്ട് ആറിൻ്റെ വാല്യൂ 2 ആണല്ലേ. അപ്പോൾ 2 കോസ് തീറ്റ എത്രയുണ്ട, തീറ്റ നമ്മൾ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. എത്രയാണ് ആറിൻ്റെ വാല്യൂ 2 ആണ്. ഓക്കെ, 2 കോസ് തീറ്റ എത്രയുണ്ട 120 ഡിഗ്രി. 2 കോസ് 120 ഡിഗ്രി പ്ലസ് ഐ ഇൻറ്റു 2 ഇൻറ്റു സൈൻ 120. നമുക്ക് എല്ലാത്തിൽ നിന്നും ആരെ പുറത്തെടുക്കാം, 2നെ പുറത്തെടുക്കാം അല്ലേ. അപ്പോൾ 2 പുറത്തുനിന്നാൽ പിന്നെ ബാക്കി എന്ത് കിട്ടും, കോസ് 120 പ്ലസ് ഐ സൈൻ 120. ഇത് തന്നെയാണ് എന്ത് നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇക്വാലിറ്റി ഓഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ്. 2 കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ, ഇത്രയും മനസ്സിലാക്കുക, ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ ഒന്നും എഴുതാൻ നിൽക്കുന്നില്ല. 2 കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ഇഫ് 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഈക്വൽ. 2 കോംപ്ലക്സ് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. Z1 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ ആരാണ്ട എക്സ് പ്ലസ് 3i. Z2 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ ആരാണ്ട 3 പ്ലസ് 3i. ഈ 2 കോംപ്ലക്സ് നമ്പർ ഈക്വൽ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ Z1ഉം Z2ഉം ഈക്വൽ ആണെങ്കിൽ Z1 എന്ന് പറഞ്ഞാൽ ആരാണ്ട എസ് പ്ലസ് 3i അല്ലേ, ഈക്വൽ ടു S2 എന്ന് പറഞ്ഞാൽ ആരാണ് Z2 എന്ന് പറഞ്ഞാൽ ആരാണ് 3 പ്ലസ് 3i ആണ്. ഇവിടുത്തെ റിയൽ പാർട്ട് ആരാണ്, എക്സ് ആണല്ലേ. ഇവിടുത്തെ റിയൽ പാർട്ട് ആരാണ് 3 ആണ്. ഇത് രണ്ടും എന്തായിരിക്കും ഇവിടെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെയാണ്, 3 തന്നെയാണ്. വീണ്ടും വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z1 ഈക്വൽ ടു 5 മൈനസ് 2i. അടുത്തത് Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 5 മൈനസ് yi. വളരെ ഈസി. 2 കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ അല്ലേ, 5 മൈനസ് 2i ഈക്വൽ ടു 5 മൈനസ് yi. 2 കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്തായിരിക്കും ഇവിടെ ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ കണ്ടോ, റിയൽ പാർട്ട് ഇവിടെ 5 ആണ്, ഇവിടെ എന്ത് തന്നെയാണ് 5 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ആരാണ്, -2 ആണ്. ആ സിമ്പിൾ ഇവിടെ ചേർത്ത് വേണം കേട്ടോ പറയാൻ, മൈനസ് വിട്ടുപോകല്ലേ. അപ്പോൾ -2 ഈക്വൽ ടു ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ആരാണ്, ഞാൻ പറഞ്ഞു അതിലാണ് -y. മൈനസ് കൂടെ ചേർത്ത് തന്നെ പറയുക, -y. അപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ ആണ് വേണ്ടത്. 2 സൈഡിൽ മൈനസ് ഉണ്ട്, ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈയുടെ വാല്യൂ എന്തെന്ന് കിട്ടൂടാ 2 എന്ന് കിട്ടും. വളരെയധികം ഈസിയാണ്. അടുത്ത് നമുക്ക് വേണ്ടത് കോംപ്ലക്സ് നമ്പറിൻ്റെ അഡിഷൻ. കോംപ്ലക്സ് നമ്പറിൻ്റെ അഡിഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഡിഷൻ വളരെ പാടുള്ള സംഭവമല്ല, എനിക്ക് വളരെ ഈസിയാണ്. നമുക്ക് കുറച്ച് 3 കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്ത് നോക്കാം. 2 പ്ലസ് 3i, അതുപോലെ 1 മൈനസ് 4i, അതുപോലെ -2 പ്ലസ് i. ഈ കോംപ്ലക്സ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് ആഡ് ചെയ്ത് നോക്കാം. നോക്കി എങ്ങനെയാണ് ആഡ് ചെയ്ത് നോക്കിയേ. 2 പ്ലസ് 3i പ്ലസ് 1 മൈനസ് 4i പ്ലസ് -2 പ്ലസ് i. പ്ലസ് മൈനസ് ഇടാൻ വിട്ടുപോയി, -2 പ്ലസ് i. എങ്ങനെയാണ് ഇത് ആഡ് ചെയ്ത് നോക്കാം നോക്കിയേ. അത് റിയൽ പാർട്ടുകൾ അങ്ങ് ആഡ് ചെയ്യുക. ഇവിടുത്തെ റിയൽ പാർട്ട് 2 ആണ്, 2ഉം 1ഉം കൂടെ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ. അതിലൂടെ ആരെ ആഡ് ചെയ്യാം, -2നെ ആഡ് ചെയ്യാം. അപ്പോൾ 2 പ്ലസ് 1 എത്രയുണ്ടാ 3, 3 -2 എത്രയുണ്ടാ 1 ആണ്, 1. അടുത്ത് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഐ പാർട്ടുകൾ ആഡ് ചെയ്യാം. 3i 4i i അല്ലേ, ഇതിനെ ആഡ് ചെയ്ത് നോക്കാം. 3i പ്ലസ് 3i മൈനസ് 4i. 3 മൈനസ് 4 എത്രയുണ്ടാ 3 മൈനസ് 4 -1 ആണല്ലേ. അപ്പോൾ 3 മൈനസ് 4 പിന്നെ ഇവിടെ എന്താണ് പ്ലസ് i ആണ്. പ്ലസ് i എന്ന് പറഞ്ഞാൽ +1 എന്ന് കൊടുക്കാം. 3 മൈനസ് 4 എത്രയാണ്, 3 മൈനസ് 4 -1 ആണ്. -1 + 1 ആൻസർ എന്തായി പോവും, 0 ആയി പോവും
അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഐയുടെ പാർട്ടില്ല, പക്ഷേ നമുക്ക് അതിനെ ഐയുടെ പാർട്ടായിട്ട് എഴുതാം. 0i എന്ന് എഴുതാമല്ലോ. 0i 1 + 0i എന്ന് പറഞ്ഞാൽ അത് ആര് തന്നെയാണ്? 1 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ അഡീഷൻ എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 2 - 3i, അടുത്തത് -3 + 5i, അടുത്തത് 4 + 6i, നെക്സ്റ്റ് 5 + 8i. ഇത്രയും കോംപ്ലക്സ് നമ്പർ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റിയൽ പാർട്ട് അല്ലെങ്കിൽ നോർമൽ എഴുതാം. 2 - 3i, അടുത്തത് ഇതിന് അങ്ങ് ചേർത്ത് എഴുതിയാൽ മതിയല്ലോ. -3 + 5i, അടുത്തത് എന്താണ്? +4 + 6i +5 + 8i. എന്താണ് ആദ്യം എന്താണ് നമുക്ക് എന്ത് ചെയ്യാം? റിയൽ പാർട്ടുകൾ കൂട്ടാം. 2 - 3 4 5 ഇത്രയും 4 നമ്പറോട്ട് ആഡ് ചെയ്യാമല്ലോ. 2 ഉണ്ട്, 2 - 3 +4 +5. 2 - 3 എത്ര ഉണ്ടാ? 2 - 3 എത്ര ഉണ്ടാ? -1 -1 + 4 + 5. 4 + 5 എത്ര ഉണ്ടാ? 9. -1 + 9 -1 + 9 എത്ര ഉണ്ടാ? 8 അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം = 8. ഇവിടെ അടുത്ത് നോക്കി. നമുക്ക് ഇനി അടുത്ത് എന്താണ്? ഇമാജിനറി പാർട്ട് കൂട്ടാം. ഇവിടെ ആരാണ്? -3i 5i 6i 8i അല്ലേ? എങ്ങനെ ചെയ്യും? -3 i നമുക്ക് പിന്നീട് എഴുതാം, ലാസ്റ്റ് എഴുതാം. -3 + 5, അടുത്ത +6, ലാസ്റ്റ് 1 +8. -3 അങ്ങനെ നിൽക്കട്ടെ. ഇത്രയും 3 സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാമല്ലോ. 5 + 6 എത്ര കിട്ടും? 11 അല്ലേ? അപ്പോൾ 11 + 8 എത്ര കിട്ടും? 19 + 19. -3 + 19 എത്ര കിട്ടും നമുക്ക് ആൻസർ? 16 അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? +16 എന്ന് മാത്രം എഴുതി വെക്കരുത്. അതിനോടൊപ്പം ആരുടെ ഉണ്ട്? ഐ കൂടെ ഉള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ 8 + 16i. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.